ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മറ്റുള്ളവരെ ഒരാളെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം എന്തെന്നുകൂടി ഒന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4:12 ഇപ്രകാരം പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് നിത്യരക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നതൊരു കൂട്ടുകറിയാണ്. ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന കാരണം എന്നോട് ഇവിടെ ഞാൻ കുറച്ച് പേർക്ക് ഒരു വെജിറ്റേറിയൻ ഊണ് കൊടുത്തപ്പോൾ അവർക്ക് ഈ കറികളൊക്കെ ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അവർ പറഞ്ഞു ഓണമാകുമ്പോഴത്തേക്ക് ഈ ഞാൻ ഉണ്ടാക്കിയ കറികളെല്ലാം ഒന്ന് വീഡിയോയിൽ ഇടണം എന്ന് പറഞ്ഞ പ്രകാരമാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഏത്തക്കായ കട്ട് ചെയ്തതാണ്. ഏത്തക്ക, പിന്നെ കുറച്ച് കടല. ഇന്നലെ ഞാനിവിടെ കടല ഇവിടെ ആവശ്യത്തിനെടുത്തപ്പോൾ വേവിച്ച് വെച്ചതിൻ്റെ കുറച്ച് കടല മാറ്റി വെച്ചതാണ്, വേവിച്ചതാണ് ആ കടല. പിന്നെ അങ്ങ് വെന്ത് പോകില്ല, കറുത്ത കടലയാണ് നല്ലത്. ഇവിടെ ചേന ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഇതൊന്നങ്ങ് അടച്ച് വയ്ക്കുവാണ്. അപ്പോൾ അധികം ഒരു വിസിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അപ്പം തന്നെ അത് വിസിൽ കളഞ്ഞിട്ട് പുറത്തെടുക്കാം. അപ്പം പെട്ടെന്നൊന്ന് വേകട്ടെ. കായൊക്കെ വേകുന്ന നേരം കൊണ്ട് നമുക്ക് ഇച്ചിരി അരപ്പ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനകത്തേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/2 ടീസ്പൂൺ ജീരകമുണ്ട്, ചുവന്നുള്ളി, ഇപ്പം വെളുത്തുള്ളി, പച്ചമുളക്. പച്ചക്കറി ഇതായതുകൊണ്ട് ഒരുപാട് എരിവ് പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആവശ്യം പോലെ ഇടാം. ഇതിപ്പോൾ എൻ്റെ അടുത്ത് 3 പച്ചമുളക് അധികം എരിവുള്ളതല്ല. ഇതും ഇട്ട് ഇത് വേഗം ഒന്നിങ്ങ് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒരു പകുതി മുക്കാൽ അരവ് നമ്മൾ അവിയിൽ നിന്നൊക്കെ എടുക്കണ പോലെ തന്നെ ഒന്നിങ്ങ് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം കൂട്ടിയെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് കടുക് വറുക്കാം. അന്നേരം പാത്രം ചൂടായി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടാവട്ടെ. ചൂടായി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ജീരകം, ഉള്ളി, കുറച്ച് 2 മുളക് മുറിച്ചിട്ടത്, ചുവന്നുള്ളി ഇട്ടൊന്ന് വറക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇതിന് വറുത്ത് കിട്ടണം. ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങയ്ക്കകത്തേക്കും കൂടെ ഒരല്പം മഞ്ഞൾ പൊടി, ഇത് കാണാൻ ഭംഗിക്ക്. Leo, is it hot? 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 Banana. തേങ്ങയൊക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ല കളറായിട്ടുണ്ട്. ഇനി അത് നമുക്കിതിനകത്തേക്ക് കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിട്ട് കൊടുത്ത് ഇളക്കി. അപ്പം കൂട്ടുകറിയുടെ കാര്യം റെഡിയായി. ഇത് നല്ലപോലെ ഇളക്കി കൂട്ടാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഓണവിഭവമായ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കൊക്കെ അറിയാം കൂട്ടുകറി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരോ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വിഭവമായിട്ട് കടന്നു വരാം. ഇവരെ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകിനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി. ഓക്കെ.